പോട്ടെ. ഹോ, ഞാൻ രക്ഷപ്പെട്ടു. ഇനി അതേച്ചിന്റെ ഒരു ശല്യം ഉണ്ടാവില്ലല്ലോ. ഫുൾ ഫ്രീഡം അല്ലേ ഇല്ലമ്മച്ചി? അത് തന്നെ. ഞാനും രക്ഷപ്പെട്ടു. എനിക്കിനി നിന്റെ കാര്യമൊന്നും നോക്കണ്ടല്ലോ. നിന്നെ പഠിപ്പിക്കണ്ട, നിന്നെ ഒരുക്കണ്ട, നിന്നെ സ്കൂളിലേക്ക് വിടണ്ട. അല്ലില്ല അമ്മച്ചി. ഞാനും എന്റെ ഗിരീഷു ഹാപ്പി. പോട്ടെ. പിന്നെ അങ്ങോട്ട് വാട്ടോ. വരൂ. അതെ സമയം പോണ്ട, നിങ്ങൾ ഇറക്കുക. ശരി കേട്ടോ. ശരി മോളെ. ടാറ്റാ. അച്ഛാ. സാരി ടാറ്റാ. ശരി ടാറ്റ. അമ്മ പോട്ടെ. എൻ്റെ അമ്മേ. ആ, ഒരു സാധനം തരാനുണ്ട്. ഇതെന്താ? അച്ചു വന്ന ആണോ? നോക്ക്. ഇതെപ്പോ? എൻ്റെ ആദേശിക്കും. അയ്യോ. അച്ചോടാ. കരയല്ലേ? അയ്യേ, ഇവിടെ അടുത്ത് തന്നെയല്ലേ അവര്. എനിക്ക് അച്ചുവിനെ കാണണം പ്ലീസ്. അവരടുത്ത ദിവസം വരുമല്ലോ. പ്ലീസ്. ചേട്ടാ, ഒന്ന് വണ്ടി വിളക്കോ? ആണല്ലേ? തിരിച്ചു എടുക്കാൻ പറഞ്ഞു. ഒന്നുമില്ല, അച്ഛനൊന്ന് കാണണം. എന്ത് പറ്റി മോളെ? മോളെ അച്ചു. മോളെ, ഹായ്, ഇതെന്താ ഇവിടെ നടക്കണേ? രാഹുകാലത്തിന് മുമ്പ് ചെന്ന് കേറണ്ടല്ലേ? അയ്യോ, വീട്ടിൽ കയറാനുള്ള സമയമായി. നീ ചെന്നേ. അതേ ഗിരീഷും കരയുന്നു. ഈ മസിലും വെച്ച് ഇങ്ങനെ ഒന്ന് കരഞ്ഞാൽ നല്ല ബോറായിരിക്കും കേട്ടോ. ഇവക്ക് പറ്റിയ ആള് തന്നെ അല്ലേ? വാ 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 മക്കളെ വാ. ലീലാമ്മച്ചിയുടെ ചക്കര മോളും ലീലാമ്മച്ചിയും കൂടെ ഉറങ്ങാൻ കഥയൊക്കെ പറഞ്ഞ് പാട്ടൊക്കെ പാടി അപ്പം മോക്ക് ഉറക്കം വരും. ചേട്ടൻ ഉറങ്ങിയില്ലേ? ഇല്ല, കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. കാറ്റും പോയി, മഴക്കാറും പോയി, മാനം തെളിഞ്ഞു വന്ന സമയത്ത് അമ്മൂമ്മയും കൊച്ചുമോളും ഉറങ്ങിയില്ലേ? ഓ, ഞങ്ങളിങ്ങനെ ഓരോ വർത്താനവും പറഞ്ഞിരിക്കുമായിരുന്നടാ. എന്ത് വർത്താനം? എടാ, എൻ്റെ മോക്ക് ഉറക്കം വരുന്നില്ല എന്ന്. അപ്പൊ പിന്നെ എനിക്ക് ഉറക്കം വരുമോ? എന്താ പറ്റിയ? പറ.
പെട്ടെന്ന് അങ്ങ് ഒറ്റയ്ക്കായതുപോലെ അല്ലേ അച്ഛാ? സാരില്ല കേട്ടോ. ആദ്യച്ച് കല്യാണം കഴിഞ്ഞു പോയല്ലേ. കല്യാണം കഴിഞ്ഞാ പിന്നെ അങ്ങനെ. അച്ഛാ, ഞാൻ കല്യാണം കഴിക്കുന്നില്ല. എനിക്ക് നിങ്ങളെ വിട്ട് എവിടെയും പോകണ്ട. അച്ഛന് ഇത്ര വിഷമമുണ്ടെങ്കിൽ ഞങ്ങളുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ മുതൽ അതിൻ്റെ അച്ഛനും അമ്മയും ഓരോ കണക്കൂട്ടിട്ട് തുടങ്ങും. അവരെ എങ്ങനെ വളർത്തണം, എന്ത് പഠിപ്പിക്കണം, ആരാക്കണം. പിന്നെ ഓരോ ദിവസവും ജീവിക്കുന്നത് അവർക്കോരോന്ന് കരുതി വെക്കാനാ. പെൺപിള്ളേരാണെങ്കിൽ പിന്നെ ഇതുപോലൊരു ദിവസം ഒരാളുടെ കയ്യിൽ പിടിച്ചങ്ങ് കൊടുക്കും. പിന്നെ അച്ഛനും അമ്മയും കാണണമെങ്കിൽ അവൻ്റെ സമയവും സമ്മതമൊക്കെ നോക്കണം. ആദ്യച്ചിയുടെ കാര്യമല്ല കേട്ടോ. ആദ്യച്ചൊരങ്ങനെ അവനങ്ങനെ പറഞ്ഞാൽ ആദ്യച്ചവന് ഓടിക്കും. അല്ലമ്മേ, നമ്മളവൾ അങ്ങനെയല്ലേ വളർത്തത്. ആദ്യച്ചു പോയി. നാളെ ഒരു ദിവസം പൊന്നൂസും പോവില്ല. അന്ന് ഞങ്ങൾക്ക് എന്തൊരു വിഷമം ഉണ്ടാവും. മോനെ, നീ എന്തൊക്കെയായി പറയുന്നത്? ആദ്യം കല്യാണം കഴിഞ്ഞ് പോയതല്ലേ ഉള്ളൂ. നീ എന്തിനടാ ഈ കുഞ്ഞിനെ കൂടി ഇങ്ങനെ വിഷമിപ്പിക്കുന്നത്? ഞാൻ ചുമ്മാ പറഞ്ഞ പൊന്നൂസ് എന്തിനാ കരയുന്നേ? അച്ഛൻ വെറുതെ കരഞ്ഞ കരയണ്ട കേട്ടോ. കരയണ്ട. അമ്മ ഈ മൂട് പറ, നല്ലൊരു പാട്ട് പാട്. അല്ലേലും ഒരു പാട്ട് പാടണമെങ്കിൽ ഇപ്പൊ ഇവിടെ ഞാനേ ഉള്ളല്ലോ. പിന്നെ അമ്മയല്ലേ ഞങ്ങളുടെ ആസ്ഥാന കായിക അല്ല പൊന്നൂസേ? കരയുന്നോ പുഴ ചിരിക്കുന്നു. ഓ എൻ്റെ അമ്മോ. സന്തോഷം തരുന്ന പാട്ട് പാട്. ആ, ചിരിപ്പിക്കാൻ പറ്റിയ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇവളിൽ ഇടയ്ക്കിടയ്ക്ക് ഓരോ കോപ്രായം കാണിക്കൂല. നീ അത് ഫോണിൽ പിടിക്കാറില്ലേ? ആ, അത് വല്ല പറഞ്ഞ ഇട്. റീൽസ് ആണോ? ആ, അത് തന്നെ. അതെല്ലാം കാണിച്ചപ്പോ എല്ലാവർക്കും കൂടെ ഒന്ന് ചിരിക്കാം. അതേ കുഞ്ഞു വരെ ചിരിക്കുന്നു. ആ, പൊന്നു ചിരിച്ച്. ആ, അമ്മ പണ്ട് എന്നെ പാടി ഓർക്കുന്നൊരു പാട്ടില്ലേ? ആ, അത് ശരി. ആ, അതൊന്ന് പാട്. ആ. കണ്ണും പൂട്ടിയുറങ്ങുക നീയൻ കണ്ണേ പുന്നാര പൊന്നു മകളെ. കണ്ണും പൂട്ടി ഉറങ്ങുക നീയൻ കണ്ണേ പുന്നാര പൊന്നു മകളെ. താരാട്ടു പാടുവാനമ്മയുണ്ടല്ലോ, താളം പിടിക്കുവാൻ അച്ഛനുണ്ടല്ലോ.